ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ മനോഹരമായ ഒരു പ്രഭാതം, നല്ല തണുപ്പുള്ള നല്ല സുന്ദരമായ ഒരു പ്രഭാതം. അപ്പോൾ ഈ പുഷ്പം നോക്കണം, ഈ പൂവ് എന്ത് ഭംഗിയുള്ള ചെറിയ ചെറിയ കുഞ്ഞു പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ തോട്ടത്തിൽ കൊണ്ടുവന്ന് നട്ടതൊന്നുമല്ല. രാവിലെ ഒരു വീഡിയോ, എന്ത് വീഡിയോ എടുക്കുമെന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഈ പൂക്കൾ ഇങ്ങനെ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നു എന്ന് പറയില്ലേ, അതുപോലെ നന്നായി ഇങ്ങനെ എന്താ ഭംഗി. പൂവിൻ്റെ പേരോ ഒന്നും എനിക്കറിയില്ല, എങ്ങനെ ഇവിടെ വന്നതെന്നും. തനിയെ മുളച്ച് ഇതിലേക്ക് പടർന്ന് കയറി നല്ല പൂവൊക്കെ, മുട്ടും പൂവും ഒക്കെ ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബിഗോണിയ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ടല്ലോ ഈ ചട്ടിയിൽ. അപ്പോൾ അതിനെ ഒന്ന് മാറ്റി നടുന്ന ഒരു പണിയുണ്ടെന്ന്. അപ്പോൾ അതിനായൊരു ചട്ടി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിനി പോട്ടിംഗ് മിക്സെല്ലാം നിറച്ച് അതൊന്ന് നടണം. പിന്നെ അതൊക്കെയാണ് ഇന്നത്തെ പണി. പിന്നീട് അപ്പോൾ ചട്ടി നല്ല വലിയ ചട്ടി തന്നെ എടുക്കണം. ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു ചട്ടിയിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വലിയൊരു ചട്ടിയിൽ നടണം. അപ്പോൾ ചീര ഇങ്ങനെ നല്ലോണം മുളച്ച്, ഗ്രോബാഗ് നിറയെ മുളച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് തൈകൾ മാറ്റി നടണം, ബാക്കി തൈകൾ അതിൽ തന്നെ നിർത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുഴുക്കളെല്ലാം ആയി, ചെറിയ ചെറിയ പുഴുക്കളെല്ലാം വരാൻ തുടങ്ങി. വെയിൽ കൊള്ളുന്നത് കുറവാണെന്ന് തോന്നുന്നു. നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ അങ്ങനെ ഇത് രാവിലെ വെയിൽ കൊള്ളുന്നില്ല. ഒരു 10-12 മണിയാണ് ഇവിടെ വെയിൽ കൊള്ളാൻ. അതുകൊണ്ട് ചെറിയ ചെറിയ കുഞ്ഞു പുഴുക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് രാസവളമൊന്നും ഇടാൻ കഴിയാം, കീടനാശിനി ഒന്നും അടിക്കാൻ കഴിയാം. അപ്പോൾ ഞാനതൊക്കെ പെറുക്കി മാറ്റുകയാണ്. അപ്പോൾ ചീര അല്ലേപ്പോൾ നമ്മൾ പെട്ടെന്ന് വെള്ളം എടുക്കുമ്പോൾ അതിന് കീടനാശിനി ഒന്നും അടിക്കാൻ കഴിയാം. അപ്പോൾ എന്തെങ്കിലും ഇതേ മാർഗമുള്ളൂ, പെറുക്കി കളയാൻ അത് മാത്രമേ മാർഗമുള്ളൂ. അപ്പോൾ ഈ പയറിൻ്റെ മുളക് നട്ടയിലും പയർ നട്ടയിലെല്ലാം ഒക്കെ ഞാൻ ചീര വിത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് തൈകളൊന്ന് മാറ്റി, ഗ്രോബാഗ് നിറച്ചിട്ട് ഒരു 2 ആഴ്ച ആയല്ലോ,